കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ആചാര കലാരൂപമാണ് കാണാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം കൈതക്കോട് മാങ്കുന്നത്ത് മലയമ്മക്കാവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷേ ഈ ക്ഷേത്രത്തെ ഈ ദേശത്ത് അറിയപ്പെടുന്നത് വേടരുകാവ് എന്നാണ്. വേടർ സമുദായത്തിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണിത്, കാവാണിത്. അതുകൊണ്ട് തന്നെ ഗോത്ര കലാരൂപമായ മുടിയാട്ടമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ പ്രദേശത്ത് ഇതിനെ അറിയപ്പെടുന്നത് വേടരുകളി എന്നാണ്. നൂറ്റാണ്ടുകളുടെ പഴമയുണ്ട് ഈ ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ഈ കലാരൂപത്തിനും. ആചാരകലയായാണ് ഇവരിത് അനുഷ്ഠിക്കുന്നത്. ഇത് ഞങ്ങളെ അച്ഛനപ്പന്മാരുള്ള കാലം തൊട്ടേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ എല്ലാ വർഷവും മകരമാസം 28-ാം തീയതി ഇവിടെ ഇങ്ങനെ മുടിയാട്ടവും പല പല കാര്യങ്ങളും, കമ്പടി കളി, എല്ലാ കോലുകളിയും എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഈ മണ്ണും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത്. എൻ്റെ അമ്മമ്മയെന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന എൻ്റെ അമ്മയാണ്. അമ്മയെന്ന് വെച്ചാൽ കാര്യങ്ങൾ മാത്രം സാധിച്ചു കൊടുക്കുകയുള്ളൂ. മറ്റൊരാളെ വഞ്ചിക്കാനോ എടുക്കാനോ ഒന്നും പോകത്തില്ല. നേരും നിറയും മാത്രമേ എൻ്റെ അമ്മ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇപ്പോഴത്തെ തലമുറയാണ്, ഇപ്പം വന്ന തലമുറയാണ് ഞാൻ. എൻ്റെ അച്ഛനപ്പന്മാരെല്ലാം മണ്ണടിഞ്ഞു പോയി. ഇപ്പം ഞാനിത് കൊണ്ട് നടക്കുവാണ്. എൻ്റെ കൂട്ടുകാർ, പിള്ളേരും എല്ലാവരും എൻ്റെ മണ്ണും തിണ്ണയാണ് ഇത്. ഞാൻ ഇന്നും ജീവിച്ച് ഇവിടെ പോകുന്നുണ്ട്. എനിക്കൊരാപത്തും വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഇന്നും എൻ്റെ അമ്മേനെ ഞാൻ കൈ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നും എൻ്റെ മണ്ണിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു, പോവുകയും ചെയ്യുന്നു, വരികയും ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. വൃശ്ചിക മാസമായാലും മകരമാസമായാലും ഏത് മാസമായാലും ഞങ്ങൾക്ക് 1-ാം തീയതി വിളക്കം തിരി ഇതുപോലെയുള്ള വിളക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ആരും തുണയില്ല. ഞങ്ങൾ ഒരു 10-22 വീടുണ്ട്. ഈ വീട്ടിലുള്ളവർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിവെടുത്ത് ഞങ്ങൾ ചെയ്യുന്നേ. അല്ലാതെ ഞങ്ങൾ പുറത്ത് പോയി ഒരു പിരിവെടുക്കുകയും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മൊത്തം 22 വീടുകളുണ്ട്. ഈ 22 വീട്ടിനുള്ള പിരിവും കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് വരെ ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്യുന്നത്. ഞങ്ങളുടെ മണ്ണിൽ എല്ലാ സന്തോഷമേ ഉള്ളൂ. ഒരു വഴക്കുമില്ല, ചണ്ടയില്ല, ഒന്നുമില്ല. മകരമാസത്തിലെ ഉച്ചാര ദിവസമാണ് ഈ കാവിലെ ഈ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദ്രാവിഡ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇന്നും ഇവർ പിന്തുടർന്ന് ഈ കാവിൽ അനുഷ്ഠിച്ച് പോരുന്നത്. മാങ്കുന്നത്ത് മലയമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. അക്കരെ മലനട ക്ഷേത്രം, അവിടെ അപ്പൂപ്പനും ഈ കാവിൽ അമ്മൂമ്മയാണ് ഇരിക്കുന്നത്. പണ്ട് പുരാണ കാലം മുതൽ, അതായത് അച്ഛനപ്പൂമാരിരിക്കുന്ന കാലം മുതൽ നമ്മളിവിടെ വെച്ച് ഇങ്ങനെ ഇതുപോലെ ആരാധിച്ചുകൊണ്ട് കൊണ്ടുവരുന്നൊരു കാവും ക്ഷേത്രം കളരിയാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കയ്യാല റബ്ബുണ്ട്. ഇത് ഒരു കാരണവശാലും നമ്മൾ മതിൽ കെട്ടി പൊക്കാനോ അല്ലെങ്കിൽ അമ്മൂമ്മയെ പിടിച്ച ഒരു അമ്പലം കെട്ടി അതിനകത്തിരുത്താനോ പറ്റുന്ന ഒരു ഇതല്ല. കാരണം അമ്മൂമ്മയ്ക്ക് ഇതുപോലെ തുറന്ന് ഇരിക്കണം. കാരണം അതായത് ഈ 4 സൈഡിൽ കൂടെ ആര് പോകുന്നു, എങ്ങനെ പോകുന്നതെല്ലാം അമ്മൂമ്മയ്ക്ക് നേരിൽ കാണേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇത് കാവ് തന്നെ. പണ്ട് നമ്മൾ ആദിവാസികളുടെ കളികളും കാര്യങ്ങളും എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ മകര 28-ാം തീയതി രാത്രി 10 ഇതുപോലെ അന്നദാനം കൊടുത്തതിന് ശേഷം നമ്മുടെ അമ്മൂമ്മയ്ക്ക് ഇഷ്ട വഴിപാടാണിത്, മുടിയാട്ടം എന്ന് പറയുന്നത്. മുടിയാട്ടം എന്ന് പറയുന്നത് അമ്മയുടെ ഇഷ്ട വഴിപാടാണ്. ആ ഇഷ്ട വഴിപാട് നമ്മൾ ഈ അന്നദാനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും നമ്മളിവിടെ തുടങ്ങുന്നുണ്ട്. അതിങ്ങനെ ഇനി നമ്മുടെ കാലം കഴിഞ്ഞാലും ശരി തന്നെ വളർന്നു വരുന്ന തലമുറകൾ വീണ്ടും ഇത് മുന്നോട്ട് ഇങ്ങനെ കണ്ടിന്യൂ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മളെ ആദിവാസികളുടെ യഥാർത്ഥ കളിയാണ് ഇത്. നമ്മളിപ്പോൾ കളിച്ച് വരുന്നതിൽ ഒരു ഇച്ചിരി മാറ്റമുണ്ട്. പക്ഷേ അച്ഛനപ്പന്മാരുന്ന കാലത്തും ഇങ്ങനൊന്നും അല്ല. അതിനൊക്കെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളും കൊണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാനിവിടെ പരിപാടി ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ മുടിയാട്ടം കളിയും പടയണിയായിട്ട് എൻ്റെ ഓർമ്മ വെച്ച, അതായത് എൻ്റെ അച്ഛനപ്പന്മാർ ഇവിടുന്ന് മണ്ണും മറിഞ്ഞ് പോയതിന് ശേഷം പിന്നെ ഇതിൻ്റെ പാട്ടും കാര്യങ്ങളും മൊത്തം കൊണ്ടുപോകുന്നത് ഞാനാണ്. നമ്മൾ ദേവനെ വിളിക്കുന്നതും അതുപോലെ തന്നെ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ ഇല്ല, തലമുറകളായിട്ട് കൈമാറി വരുന്ന പാട്ടുകളാണ്. ദൈവത്തെ വിളിക്കുന്ന പാട്ടുണ്ട്. ഫസ്റ്റിലെ ദൈവത്തെ വിളിക്കും, 30 കോടി ദേവന്മാരെയും വിളിക്കും. അതുപോലെ തന്നെ കളി തീരാൻ വെളുപ്പിൽ 5 മണിക്ക് കളി നിർത്താനും പ്രഥമിച്ച് കയറ്റി വിടുന്ന പാട്ടുമുണ്ട്. ഈ കളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് തലമുറകളായി ഈ പകർന്നു നൽകിയ
പാട്ട് പാടിയാണ് ഇവർ ഈ മുടിയാട്ടം അല്ലെങ്കിൽ വേടരു കളി ഇവിടെ നടത്തുന്നത്. ഈ ആചാരകലയിൽ, അതായത് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ആചാരകലയിൽ കുറവർ സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ആചാരം. എന്നിരുന്നാലും ഈ ദേശത്തു നിന്നും മറ്റ് ദേശങ്ങളിൽ നിന്നുമായി വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഈ കളി കാണാനായി ഇവിടെ എത്താറുണ്ട്. വൈകിട്ട് ഏകദേശം 6 മണി, അതായത് മകരമാസത്തിലെ ഉച്ചാര ദിവസം വൈകിട്ട് 6-7 മണിയോടുകൂടിയാണ് ഈ കലാരൂപം ഇവിടെ ആരംഭിക്കുന്നത്. അതായത് പിറ്റേ ദിവസം വെളുപ്പിന് ഏകദേശം 5 മണി വരെ നീണ്ടു നിൽക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ഈ കാവിലെ അമ്മൂമ്മ എന്ന സങ്കല്പത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ ഒരു കൂട്ടായ്മയും കൂടിയാണ് ഈ കലാരൂപം ഇന്ന് ഇവിടെ അരങ്ങേറുന്നത്. വളരെ വ്യത്യസ്തമായ ഈ ആചാരകല മുടിയാട്ടം അല്ലെങ്കിൽ വേടരു കളി നമുക്കൊന്ന് കണ്ടുവരാം.
Hey!